പോത്തിൻ്റെ വാരിയിറച്ചിയും കപ്പയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. നമ്മൾ പോത്തിൻ്റെ വാരിയിറച്ചി ഒരു 1/2 കിലോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു 4 വിസിലങ്ങ് വേവിച്ചെടുക്കാം. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. 1/2 കിലോ ഇറച്ചിക്ക് 3/4 കിലോയോളം കപ്പയാണ് എടുത്തേക്കുന്നത്. കപ്പ ഇച്ചിരി കൂടുതലാണ് എടുത്തേക്കുന്നത്. നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. കപ്പ വെന്ത് വരുമ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും തേങ്ങയും കൂടി നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് അതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പ മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു പാൻ വെച്ചങ്ങ് കൊടുക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കാം. കടുകും പെരിഞ്ചീരകമൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചത് 1 ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് നേരം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരേക്ക് ഒന്ന് ചെറുതീയിൽ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെന്ത് വെച്ചേക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇറച്ചി ഇട്ട് കൊടുത്ത് നമ്മുടെ കപ്പ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി വേറൊന്നുമില്ല, നന്നായിട്ട് ഇതൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇതിൻ്റെ അത് ഇച്ചിരി കപ്പ കൂടുതലാണ്, ഇറച്ചി കുറവാണ്. കാരണം നമ്മൾ 1/2 കിലോ ഇറച്ചിക്ക് 3/4 കിലോ കപ്പയാണ് ഇട്ടേക്കുന്നത്. 1/2 കിലോ ഇറച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ 1/2 കിലോയോളം കപ്പ മതി. കുറച്ച് കപ്പ കൂടുതലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ ഇറച്ചി മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലോടുകൂടിയുള്ള ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിക്ക് കപ്പ ബിരിയാണി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം.